തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി തിരുമേനി യൂണിറ്റ് വാർഷിക പൊതുയോഗവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും തിരുമേനി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടന്നു. TSSS യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് എളുക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. TSSS മേഖലാ പ്രസിഡന്റ് ജെമിനിയം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിജോ മേനാച്ചേരി, IT ജോർജ്, ഷേർലി ജോസഫ്, വത്സമ്മ ടോമി, സിസ്റ്റർ മെർലിൻ, വത്സമ്മ ജോൺ, ജിനോ ജോസ് എന്നിവർ സംസാരിച്ചു. ബാങ്കിൽ നമ്മുടെ 1000-500 ഒക്കെ ഷെയർ ഉള്ളവർ, കോപ്പറേറ്റീവ് ബാങ്കിൽ ഷെയർ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെറിയവരുണ്ട്. നമ്മളെ വാർഷിക പൊതുയോഗത്തിന് വിളിക്കും. വാർഷിക പൊതുയോഗത്തിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ എന്നറിയത്തില്ല. പങ്കെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചെറിയ ബിഗ് ഷോപ്പർ കിട്ടും, അല്ലെങ്കിൽ 2 ഗ്ലാസ് കിട്ടും. ഞാനൊക്കെ മിക്ക ബാങ്കിൻ്റെയും ബോർഡ് മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു, കിട്ടുന്നതും കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സായ നിങ്ങളെയൊക്കെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക ഇതാണ്. അല്ലെങ്കിൽ പൈസയായിട്ടല്ല കിട്ടുന്ന പാടിച്ച കോപ്പറേറ്റീവ് സർവീസുകാർക്ക് ബാങ്കിൽ മാത്രം 100 രൂപയും കൊടുക്കും, ഒരു ചെറിയ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അവരുടെ മീറ്റിങ്ങിൽ പോകും, കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോൾ അവരുമായിട്ട് ബാങ്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്ന തുകയുടെ പ്രവർത്തന ലാഭത്തിൻ്റെ വിഹിതം നമുക്ക് അർഹതപ്പെട്ടതാണ്, നമുക്ക് ലഭിക്കും. രണ്ടാമത്, നമ്മൾ നിക്ഷേപിക്കുന്ന നിക്ഷേപത്തിന് നമുക്ക് 4% പലിശ തരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മറ്റ് ഏത് നിക്ഷേപം എന്ന് പറഞ്ഞാൽ സാധാ നിക്ഷേപത്തിന് മറ്റ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടെ പിഗ്മി കളക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് എന്ത് ചെയ്യാറുണ്ട്? ഓരോരുത്തർ ഏജന്റ് കളക്ഷൻ എടുക്കാം, ഡെയിലി കളക്ഷൻ എടുക്കാം. അല്ല, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഏരിയയിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ വ്യാപാരികളോട് ചോദിച്ചാൽ മതി. അവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും പോയിട്ട് ഏജന്റുമാർ പോയിട്ട് കളക്ഷൻ എടുക്കും, ഡെയിലി കളക്ഷൻ. ആ ഡെയിലി കളക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മിനിമം ആ ഇടുന്ന കളക്ഷൻ, അതായത് ആരാണോ കളക്ഷൻ കൊടുക്കുന്നത് ആ കളക്ഷൻ കൊടുക്കുന്നതാണ് 6 മാസം ആ കളക്ഷൻ അവിടെ നിക്ഷേപിക്കും. 6 മാസം മിനിമം. എത്ര രൂപ ഇട്ടാലും 6 മാസം കഴിഞ്ഞ് അത് പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. 6 മാസത്തിനിപ്പുറം പിൻവലിച്ചു കഴിഞ്ഞാൽ ആ തുകയിൽ നിന്ന് 3% കട്ട് ചെയ്തിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് ഇപ്പുറം ഞാനൊരു 10,000 രൂപ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 10,000 ആവശ്യം വന്നാൽ 6 മാസത്തിന് ഇപ്പുറമാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ 10,000-ന് എത്ര കുറയും? 3% കുറയും. 300 രൂപ കുറച്ചിട്ട് ബാക്കി 9,700 രൂപ തരുള്ളൂ. ഇനി അത് 1 വർഷം വരെ ഇട്ടാൽ നമുക്കൊന്നും പലിശയില്ല. 1 വർഷത്തിന് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ 365-366 ദിവസം പോവുകയാണെങ്കിൽ അവർ തരുന്ന പലിശയുടെ വിഹിതം എന്ന് പറഞ്ഞാൽ 2.5%. അപ്പോൾ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ സ്വാഗത ഭാഷകൻ ജോർജ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ യൂണിറ്റിനെ വളർത്താൻ, നിങ്ങളുടെ നിക്ഷേപം വളർത്താൻ ഏറ്റവും നല്ല സാധ്യതയും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, സാമ്പത്തിക സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലന്റ് വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ പെരുമ.